ഈ കുപ്പിക്കകത്തെ ഭൂതം എന്നൊക്കെ പറയുന്നത് പോലെ ഈ കുപ്പിക്കകത്ത് എന്താണ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നതെന്ന് കണ്ടാലോ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയാണ്. ഈ കുപ്പിക്കകത്തുള്ളത് ലോങ്ങൻ ഫ്രൂട്ടിന്റെ സീഡ്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇട്ട് അടച്ചു വെച്ചതാണ് കേട്ടോ. അടച്ചു വെച്ചപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ മുള പൊട്ടി അതിങ്ങനെ ഒരു ചെടിയായതാണ്. എന്താ കണ്ടോ, അതിന്റെ വിത്ത് മുളച്ച് ഇപ്പൊ നടാൻ കണക്കാക്കിയ ഒരു ചെടിയായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് നടുന്നതൊന്ന് കണ്ടാലോ? ഇവിടെ കുന്നിൻ പ്രദേശമല്ലേ, അപ്പൊ മണ്ണ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ റിവർ സൈഡിൽ പോയാണ് സാധാരണ കുറച്ച് മണ്ണ് ചെടി നടാനായിട്ട് എടുക്കുക. അപ്പൊ ആ എടുക്കുന്ന മണ്ണുമായിട്ട് ഈ ഉഗാവോടെ പോട്ടിംഗ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറ്. പിന്നെ നാട്ടിലെ പോലെ നമ്മൾ ഇവിടെ പശു തൊഴുത്തൊന്നും കണ്ടിട്ടില്ല. അപ്പം ചാണകം കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതിയാണ് ഇവിടെ കൗ മാനുവർ കൂടെ നമ്മൾ വാങ്ങി വെച്ചേക്കുന്നത്. മണ്ണ് നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നത് കൊണ്ടാണ് 4 കപ്പ് മണലും 1 കപ്പ് ചാണകവും നമ്മൾ ചെടി നടാനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ വേറെ വലിയ വളങ്ങളൊന്നും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സീഡല്ലേ, അപ്പൊ അത് മുളച്ച് വരാനായിട്ടുള്ള ഒരു ടൈമിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കിയ പോട്ടിംഗ് മിക്സിന്റെ റേഷ്യോ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് മണ്ണെടുത്ത് ഉരുളം ഉരുട്ടി നോക്കുക, എന്നിട്ടൊന്ന് പൊടിച്ചു നോക്കുക. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൽ വേരോട്ട സാധ്യമാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ പോട്ടിംഗ് മിക്സിന്റെ റേഷ്യോ കറക്റ്റ് ആണ് എന്നാണ് അർത്ഥം. ഏതെങ്കിലും ചെടി നടാൻ ചട്ടി തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ പലചരക്ക് കടയിൽ പോകുമ്പോൾ നല്ല കട്ടിയുള്ള കവറിലായിരിക്കും നമുക്ക് അരിയും മറ്റു സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ അതുപോലെ ഒരു കവറിനെ മടക്കി വെച്ച് അതിൽ നമുക്ക് ആവശ്യത്തിന് മണ്ണിട്ട് വിത്തോ ചെടിയോ എന്ത് വേണേലും നട്ടു കൊടുക്കാം. ലോങ്ങൻ ഫ്രൂട്ടിന്റെ വിത്താണ് കേട്ടോ നമ്മൾ ഈ നട്ടു കൊടുക്കുന്നത്. ചെറിയ ഈർപ്പത്തോടെ വായുസഞ്ചാരം ഇല്ലാത്ത കുപ്പിയിൽ കിടന്ന വിത്തുകള് വേര് പിടിച്ച് അതിൽ ഇലയും ഇട്ടതിന് ശേഷമുള്ള കാര്യമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ആ ഒരു വിത്തുകളെയാണ് നമ്മൾ ഈ മണ്ണിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് നട്ടത്. നിലത്തൊഴിച്ച് ബാക്കി എവിടെ നട്ടാലും ഈ കമ്പിക്കോല് പോലത്തെ സാധനം കൊണ്ട് കുത്തിയിടുന്ന ഡ്രെയിനേജ് ഹോൾസ് ചെടികൾക്ക് ആവശ്യമാണ്. വിത്ത് ഇത്രയും നാള് മോയിസ്ചർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ വെയിലൊന്നും കൊള്ളാതെ നല്ല സുരക്ഷിതമായിട്ട് ഇരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാവുന്ന ഒരു ക്ലൈമറ്റിക് ഷോക്ക് അതിന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു തണലുള്ള സ്ഥലത്താണ് മാറ്റി വെച്ചു കൊടുക്കുന്നത്. ഇനി ഓപ്പൺ എൻവയോൺമെന്റിൽ എക്സ്പോസ് ആയതിനു ശേഷം മണ്ണിൽ നട്ടു കൊടുത്തിട്ട് കുറച്ച് ദിവസം കൂടി ആയപ്പോഴേക്കും ചെടിയുടെ അവസ്ഥ ഇങ്ങനെയാ. അപ്പൊ എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ തോന്നിയിരുന്നു. കാരണം മര്യാദയ്ക്ക് കുപ്പിക്കകത്ത് നിന്നപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിന്ന സാധനമാണല്ലോ. പക്ഷെ ഇപ്പൊ ആ ചെടിയുടെ അവസ്ഥ എന്താണെന്ന് കാണണ്ടേ? മുൻപത്തെ വീഡിയോയിൽ റോഡിൽ നിന്ന് എടുത്ത് മുളപ്പിച്ച് എരിക്കിന്റെ ചോട്ടിൽ നല്ല സുരക്ഷിതമായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ആ പ്ലാന്റ് വളരുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ അപ്സിനായിട്ട് സബ്സ്ക്രൈബ് ഓർ ഫോളോ ചെയ്യാനും മറക്കണ്ട.